ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് നമ്മൾ പൂരത്തിന് പോകാണ്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇന്ന് പൂരത്തിൻ്റെ തലേ ദിവസമാണ് അവിടെ രസം കേട്ടോ. അവിടെ നിന്നല്ല, മൊത്തത്തിൽ ഈ പൂരമാണെങ്കിലും കല്യാണമാണെങ്കിലും ഒക്കെ തലേ ദിവസമല്ലേ രസം ഉണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എന്ന് പറയണേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആനകളുണ്ടായിരുന്നു കേട്ടോ. 7-8 ആന എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലബ്ബുകാരുടെ സെറ്റാണ് കേട്ടോ, ആനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നെ പോകാനുള്ള വഴി എന്ന് പറയുമ്പോൾ ചേച്ചി ഞങ്ങളെ ചതിച്ചു. കാറിൽ പോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കാറിൽ പോയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടാണ് കേട്ടോ വന്നത്. അതാണെങ്കിൽ നേരെയുള്ള വഴിയൊന്നുമല്ല, ഫുള്ള് കുന്നും ഇറക്കും, അതായത് ഫുള്ള് കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് കാല് കടഞ്ഞൊരു വിധമായി. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ എത്തി. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് എല്ലാവർക്കും നന്നായിട്ട് കാല് കടയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഓൾറെഡി മുട്ടുവേദന ഒക്കെ ഉള്ളതാണ്. എന്നിട്ട് പിന്നെ അവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ മെയിൻ പരിപാടി ഫുഡടി തുടങ്ങി. ഫസ്റ്റ് തന്നെ നമ്മൾ കോളിഫ്ലവർ ആണ് കേട്ടോ വാങ്ങിയത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പൊരിച്ചെടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അതാദ്യം കഴിച്ചു. പിന്നെ ഐസ്ക്രീമും അതൊക്കെ കഴിച്ചു. മൊത്തത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ പൂരപ്പറമ്പിലൊന്നും വാങ്ങി കഴിക്കരുതെന്ന് എല്ലാവരും പറയും, നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ അവർ തന്ന സോസും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു കേടായ പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും എല്ലാവരും കൂടി ആകുമ്പോൾ കഴിക്കുമല്ലോ. പിന്നെ ഗീനൂനും പിന്നെ സ്വത്തുടനും കൂടിയിട്ട് കണ്ണടൊക്കെ വാങ്ങി. പിന്നെ പഞ്ചവാദ്യം കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ടു. നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഈ അമ്പലം. തൊട്ടടുത്ത് കുളം ആണെങ്കിലും മറ്റേ എന്താ പറയുക, പാടം എല്ലാം കൂടി നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കീനു ആണെന്നുണ്ടെങ്കിൽ നല്ല കളിയായിരുന്നു കേട്ടോ. ആ കുട്ടീനൊപ്പം നിന്നിട്ട് ചാടി കളിക്കുകയായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു. കുറേ വീഴും, സ്റ്റെപ്പുമെന്നൊക്കെ നിലത്തേക്ക് വീണു. എന്നിട്ട് പോലും ഒരു കുഴപ്പമില്ലാതെ നിന്ന് ചാടി കളിക്കുന്നതായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ നാസിക് ഡോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ചൈനീസ് വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തായാലും ഇനി നടന്നിട്ട് പോകണില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ബ്ലോക്കിൽ പെട്ടാലും വേണ്ടില്ല വെച്ചിട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത്. കാരണം അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു കാൽമുട്ടുകൊണ്ട്. പിന്നെ വീട്ടിലെത്തി നമ്മൾ അടിപൊളി സ്രാവ് വറുത്തതൊക്കെ കൂട്ടിയിട്ട് നല്ല ഒരു സൂപ്പർ ഊണ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്രാവൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.